ഹായ് ഹലോ. ഇന്ന് രാവിലത്തെ അടുക്കളയിലെ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ റൂം വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഞാൻ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ വിചാരിച്ചൊരു കാര്യമായിരുന്നു റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടണം എന്നുള്ളത്. ഇത് ഓൾറെഡി ക്ലീൻ ആണ്, എന്നാൽ പോലും ഒരു ഡീപ്പ് ക്ലീൻ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. റാക്കായാലും പിന്നെ അതുപോലെ വിൻഡോൻ്റെ പോർഷനായാലും ജനലുകളൊക്കെ ഒന്ന് തട്ടി വൃത്തിയാക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ഞാനിന്ന് റാക്ക് വൃത്തിയാക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെയാണ് ഞാൻ എൻ്റെ വളകളും മാലകളും അങ്ങനത്തെ ഐറ്റംസൊക്കെ വെക്കുന്നത്. കാരണം പെട്ടെന്ന് കിട്ടുന്നൊരു ഭാഗം എന്ന് പറയുന്നത് അതാണല്ലോ. കണ്ണാടിക്ക് നോക്കുമ്പോഴായാലും ഒക്കെ വേഗം സാധനങ്ങൾ എടുക്കാനൊക്കെ സുഖം അവിടുന്ന് ആയതുകൊണ്ട് തന്നെ ഞാൻ ആ ഭാഗത്താണ് എൻ്റെ ജ്വല്ലറി കാര്യങ്ങളൊക്കെ ഐറ്റംസ് വെക്കുന്നത്. അപ്പോൾ അവിടെ തന്നെയാണ് ഞാൻ ആദ്യം വൃത്തിയാക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. എനിക്ക് എല്ലാത്തിനും ഓരോരോ ഓർഗനൈസേഴ്സ് ഉണ്ട്. അതായത് വളകൾ വെക്കാനാണെങ്കിലും മാലകൾ, പിന്നെ നെയിൽ പോളിഷുകൾ, പിന്നെ അതുപോലെ പൗഡർ, വാച്ചുകൾ വെക്കാൻ, അങ്ങനെ ഓരോന്നിനും ഓരോ ബോക്സുകളാക്കിയിട്ടാണ് ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോന്നും ക്ലീൻ ചെയ്യാൻ വളരെ ഈസിയാണ്. എല്ലാം മാറ്റിയെടുക്കണ്ട, ആ ബോക്സോടൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് പുറത്തെ ഭാഗത്ത് മാത്രമേ ചളികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. വല്ലാണ്ടൊന്നുമില്ല, ജസ്റ്റ് പൊടി പാറി കിടക്കുന്ന ഭാഗം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം ഒരു പോർഷൻ ഞാൻ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി എൻ്റെ വളകളൊക്കെ വെച്ചിട്ടുള്ള ബോക്സാണത്. അപ്പോൾ അതൊക്കെ 2 ബോക്സിലായിട്ടാണ് ഞാൻ വളകൾ വെച്ചിട്ടുള്ളത്. ഈ സെറ്റ് വളകളായിട്ടുള്ളത് ഒരു ബോക്സിലും, അതുപോലെ തന്നെ ഒറ്റ സിംഗിളായിട്ട് വരുന്ന വളകളില്ല, അത് വേറെ ബോക്സിലായിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെയാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ മാലകൾ, ജിംക്കി ഗോൾഡൻ കളർ ഉള്ളതുകൊണ്ട് സിൽവർ കളർ ഉള്ളതുകൊണ്ട്. അപ്പോൾ അത് രണ്ടും സെപ്പറേറ്റ് ചെയ്തിട്ട് സെപ്പറേറ്റ് ബോക്സുകളിലാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ തന്നെ ഞാൻ എടുത്ത് അതിൻ്റെ എല്ലാ ഭാഗവും ക്ലീൻ ചെയ്തൊക്കെ വെക്കുകയാണ്. പിന്നെ അതുപോലെ ഈ വിൻഡോ കാര്യങ്ങളൊക്കെ ഞങ്ങളിപ്പോൾ പുതുതായിട്ട് ഉണ്ടാക്കിയതാണ്. അലമാരയുടെ പണികൾ നടക്കുന്ന സമയത്ത് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനൊരു പോർഷൻ വേണം എന്നുള്ളത്. അപ്പോൾ അവിടെ ഇരുന്ന് എഴുതാനും ഇനിയിപ്പോൾ എന്തെങ്കിലും ചാർജ് ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിൽ ലാപ്ടോപ്പും ഫോണും കാര്യങ്ങളൊക്കെ ചാർജ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ ഒരു സ്വിച്ച് ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ മുകളിലൊരു ലൈറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വളരെ സൗകര്യമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഭാഗങ്ങളൊക്കെ ഞാൻ നന്നായിട്ട് വൃത്തിയാക്കി വെച്ചു. അവിടെയൊക്കെ എപ്പോഴും ഇങ്ങനെ ജനൽ തുറന്നിടുന്നതായതുകൊണ്ട് ആ സൈഡ് ഭാഗത്തൊക്കെ കുറേ പൊടി ഉണ്ടാവാറുണ്ട്. മിക്കവാറും ദിവസങ്ങളിൽ അതൊക്കെ തട്ടാറുണ്ട്. ഇപ്പം ഞാൻ കുറച്ച് ദിവസം വീട്ടിൽ പോയി നിന്ന് വന്നതിന് ശേഷം ആയതുകൊണ്ട് എൻ്റെ കൈയൊന്നും അവിടെ ഒന്നും എത്തിയിട്ടില്ല. പിന്നെ ഇരട്ടനാണെന്നുണ്ടെങ്കിലും അവർ അത്രയും അങ്ങോട്ട് ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും ചെയ്യാത്തത് കൊണ്ട് തന്നെ ആ ഭാഗത്ത് കുറച്ച് പൊടികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഔട്ടർ ഫാനിൻ്റെ ഉള്ളിൽ കൂടെ വരുന്ന കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ട് ആ ഭാഗത്തെ ജനലും തന്നെ നല്ല പൊടി പിടിച്ച് കിടക്കുമായിരുന്നു. അതൊക്കെ ക്ലീൻ ചെയ്തു. പിന്നെ ഈ ഒരു മിറർ എന്ന് പറയുന്നത് എൻ്റെ വലിയൊരു ആഗ്രഹം കൊണ്ട് ഞാൻ ഉണ്ടാക്കിച്ചതാണ്. ആ ഒരു വലിയ സൈസിലുള്ളത് തന്നെ വേണം എന്നുള്ളത്. കാരണം നമ്മൾ സാരിയൊക്കെ കൊടുത്ത് പുറത്ത് പോകുന്ന സമയമാകുമ്പോൾ നമുക്ക് ഫുൾ സൈസിൽ നമ്മളിന്ന് കാണുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം എന്ന് പറയുന്നത് വളരെ വലുതല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു അലമാര ഉണ്ടാക്കിയിരുന്ന സമയത്ത് അവരോട് പറഞ്ഞ് ഈ അളവിൽ ചെയ്യിച്ചതാണ്. അതുപോലെ തന്നെ ആ മിറർ എപ്പോഴും ക്ലീൻ ആയിട്ടിരിക്കണം എന്ന് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നതാണ്. അതുകൊണ്ട് എപ്പോഴും ഞാനതിങ്ങനെ തുടച്ച് വൃത്തിയാക്കി വെക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് കിട്ടിയ ഗിഫ്റ്റുകളാണ് അതിൻ്റെ മുകളിലുള്ളത്. അതൊക്കെ തുടച്ചൊന്ന് വൃത്തിയാക്കി അതെൻ്റെ ഏട്ടൻ ഗിഫ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഐറ്റമാണ്. അത് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്, പക്ഷെ നമ്മളത് ചാർജ് ചെയ്ത് വെക്കണം. അപ്പോൾ ചാർജൊന്നും ചെയ്യാത്തതുകൊണ്ട് ജസ്റ്റ് അത് അവിടെ അങ്ങനെ ഒരു ഷോയ്ക്ക് വേണ്ടി വെച്ചതാണ്. പിന്നെ എല്ലാ പണികളും കഴിഞ്ഞ് ജസ്റ്റൊക്കെ ഒന്ന് അടിച്ചു വാരി ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടുകയാണ്. പിന്നെ ക്ലീൻ ചെയ്യാൻ മാത്രം അങ്ങനെ നിലത്ത് പൊടികളും കാര്യങ്ങളൊന്നും അധികം ആയിട്ടില്ല. കൂടുതൽ ഞാൻ അപ്പം അങ്ങനെ ക്ലീൻ ചെയ്ത് കളയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇത്രയാണ് ഇന്നത്തെ പണികളായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്.